മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല. മനുഷ്യന്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവുമൊക്കെയാണ് അതിനെ കൊല്ലുന്നത്. ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് സ്നേഹം നടിച്ച് ചതിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവർ അത് അർഹിക്കുന്നില്ല. വിജയം വരെ പോരാടാനുള്ള മനസ്സുണ്ടെങ്കിൽ വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഭക്തരെ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. ഭക്തരെ, ഒന്നും ശാശ്വതമല്ല. അതിനാൽ സ്വയം വളരെയധികം സമ്മർദ്ദം ചെലുത്തരുത്. കാരണം സാഹചര്യം എത്ര കഠിനമാണെങ്കിലും അത് മാറും. കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ജനൽ അടയ്ക്കാൻ പഠിക്കുക. ഭക്തരെ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിരീക്ഷിക്കുന്നു. ബുദ്ധി ഉപയോഗിച്ച് വികാരങ്ങളിൽ അകപ്പെടുന്നവരെ ആർക്കും കബളിപ്പിക്കാം. 4 സ്ഥലങ്ങൾ ഒരിക്കലും നിറയുന്നില്ല: കടൽ, ശ്മശാനം, ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ മനസ്സ്. സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കാൻ കഴിയാത്തതുപോലെ സത്യത്തെയും ദീർഘനേരം മറയ്ക്കാൻ കഴിയില്ല. സമയമാകുമ്പോൾ അത് എല്ലാവർക്കും വെളിപ്പെടും. ഭക്തരെ, ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. എന്തിനാണ് നിങ്ങൾ അതിന് അനുവദിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം ചീഞ്ഞ പഴങ്ങൾ തനിയെ മരത്തിൽ നിന്ന് അടർന്നു വീഴുന്നു. മാപ്പ് അർഹിക്കുന്നവർ തെറ്റുപറ്റിപ്പോയവരാണ്, അല്ലാതെ ചതിക്കുന്നവരല്ല. ഒരു ബന്ധത്തിൽ ഒരിക്കലും വഴക്കില്ലെങ്കിൽ ആ ബന്ധം നിലനിർത്തുന്നത് ഒരിക്കലും മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്. ഒറ്റയ്ക്കാവുമ്പോഴാണ് കൂട്ടുവേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. ഭക്തരെ, മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. പ്രകാശം പരത്താൻ കയ്യിൽ വിളക്ക് വേണമെന്നില്ല, ഉള്ളിൽ വെളിച്ചമുണ്ടായാലും മതി. മനോഹരമായതൊന്നും സത്യമാവണമെന്നില്ല, സത്യമായതൊന്നും മനോഹരവുമാകണമെന്നില്ല. ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനുഷ്യരായിരിക്കും ജീവിതത്തിൽ ഏറ്റവുമധികം വേദനിക്കേണ്ടി വന്നിട്ടുള്ളത്. വാക്കുകൾ വിശ്വസിക്കരുത്. അത് സാഹചര്യമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ വ്യക്തിയും സ്വയം തോറ്റുകൊടുക്കുന്നത് അവർ സ്നേഹിച്ചവരുടെ മുന്നിൽ മാത്രമായിരിക്കും. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടി എത്തിയിരിക്കും. ഓർക്കുക, നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളേ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. ഏതു തരം ബന്ധത്തിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.